So, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റ അനാലിസിസ് ആണ്. സോ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡേറ്റ അനാലിസിസിന്റെ മേജർ ആയിട്ടുള്ള ടെർമിനോളജീസ് ആസ് വെൽ ആസ് കൺസെപ്റ്റ്സ്, അതുപോലെ തന്നെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാകുന്നത്, പ്ലസ് നമ്മുടെ ഡേറ്റ എങ്ങനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് വേരിയബിൾസ് എന്താണ്, അതുപോലെ എങ്ങനെയാണ് ഇത് വേരിയബിൾ ഉണ്ടാക്കുന്നത്, ഒരു റിസർച്ചിന് പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് നമ്മളൊരു വേരിയബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ കമ്മിങ് ടു സ്റ്റാറ്റിസ്റ്റിക്സ്. സോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സയൻസ് ഓർ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് വിച്ച് ഇസ് ഡീലിംഗ് വിത്ത് ദ ഫോളോയിങ് ആസ്പെക്ട്സ്. ഒന്നെന്തായിരിക്കും? ഡേറ്റ കളക്ഷൻ ആണ്. സെക്കൻഡ്, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റയാണ്. ദെൻ വി വിൽ ഡീൽ വിത്ത് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. അതിനുശേഷം അതിനെ നമ്മൾ അനാലിസിസ് ചെയ്യണം. ഇതാണ് നമ്മുടെ മെയിൻ പോർഷൻ, അനാലിസിസ് ഓഫ് ഡേറ്റ. അതിനുശേഷം അതിൽ നിന്ന് നമുക്ക് വേണ്ട കൺക്ലൂഷൻസ് ഡിറൈവ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ. സോ ഇത്രയും സ്റ്റെപ്പുകൾ നടക്കുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ സയൻസ് ഓൺ മാത്സ് വിച്ച് ഇസ് ഡീലിംഗ് വിത്ത് ദ ഫോളോയിങ് പ്രോസസ്. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ there are two branches. One is descriptive statistics and the other one is inferential statistics. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നമുക്കൊരു സമ്മറി ഫിഗർ ആണ് കിട്ടുന്നത്. അതായത് നമുക്കൊരു ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റയുടെ സമ്മറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ദ മീൻ അല്ലെങ്കിൽ മീഡിയൻ, മോഡ്, ഇതൊക്കെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് പറയാം. വേറെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മൾ ഇൻഫറൻസസ് ഉണ്ടാക്കുകയാണ്, കൺക്ലൂഷൻസ് കണ്ടുപിടിക്കുകയാണ്. അത് നമ്മൾ ഒരു പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ആ പോപ്പുലേഷനിൽ നിന്നും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടുള്ള സാമ്പിൾസ് എടുത്ത് ആ സാമ്പിൾസിന്റെ ഡേറ്റാസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് അനാലിസിസ് ചെയ്ത് നമ്മളൊരു ഇൻഫറൻസ് ഉണ്ടാക്കുകയാണ് പോപ്പുലേഷനെ പറ്റി. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അത് നമ്മൾ നമ്മുടെ ലാസ്റ്റത്തോട്ടാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ യൂഷ്വലി പഠിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും. സോ മൂവിങ് ഫോർവേഡ്, യൂസേഴ്സ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് മെയിൻലി നമുക്ക് എന്താ ചെയ്യുന്നത്? നമ്മുടെ കോംപ്ലക്സിറ്റി കുറച്ച് തരുന്നു, അതുപോലെ നമുക്ക് പോളിസി മേക്കിംഗ്, കമ്പാരിസൺസ്, ഫോർകാസ്റ്റിംഗ്, ഇതിലൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡുകളും, ഏത് റിസർച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ്സോ എക്കണോമിക്സോ ബാങ്കിങ്ങോ ഏത് സെക്ടറിൽ പോയാലും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ലിമിറ്റേഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ അത് ചിലപ്പോൾ ആൾക്കാരുടെ നിന്ന് കിട്ടുന്ന ഡേറ്റ ആവാം. സോ അതിനകത്ത് നമുക്ക് വേരിയബിലിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസിന് ചില എറേഴ്സ് ഉണ്ടാവാം. സോ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഡേറ്റാസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു അഗ്രിഗേറ്റ്സ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റിലോട്ട് നമ്മൾ പോയി ഡേറ്റ കളക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട്സ് എക്സാക്റ്റ് ആവണം, ഇതുപോലെ തന്നെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നുണ്ടാവുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് ഓഫൻ മിസ്യൂസ്ഡ്. സോ ദീസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി നമ്മൾ കുറച്ച് മെയിൻ ടേംസ് നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ, സാമ്പിൾ, ഇത് രണ്ടുമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് ടേംസ്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഒബ്ജക്ട്സിനെ പറ്റിയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് പോപ്പുലേഷൻ. അതേസമയം സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ വിച്ച് വി വാണ്ട് ടു സ്റ്റഡി. അതായത് നമ്മൾ പോപ്പുലേഷനിൽ നിന്നും ഒരു 1000 പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു 10 പേരെ സെലക്ട് ചെയ്യുന്നു, അതിനെപ്പറ്റി പഠിക്കുന്നു, ആ കൺക്ലൂഷൻസ് വെച്ചിട്ട് നമ്മൾ ഈ 1000 അത് ആപ്ലിക്കബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് സാമ്പിൾ. അടുത്തൊരു മെയിൻ രണ്ട് ടേംസ് ആണ് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ്. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് ദറ്റ് വേരീസ്. അതായത് ഇപ്പം ഒരു പ്ലാന്റിൽ എത്ര ഇലകളുണ്ട്, അത് ഒരു പ്ലാന്റിൽ നിന്ന് വേറൊരു പ്ലാന്റിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ വ്യത്യാസമായിരിക്കും. സോ ഇറ്റ് ഇസ് എ വേരിയബിൾ. അല്ലെങ്കിൽ ഇന്നത്തെ ടെമ്പറേച്ചർ നാളത്തെ ടെമ്പറേച്ചർ, ദാറ്റ് ഇസ് എ വേരിയബിൾ. സോ എനിത്തിങ് ദാറ്റ് വേരീസ് ഇസ് കോൾഡ് ആസ് എ വേരിയബിൾ. അതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ ഓർ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ എണ്ണാൻ പറ്റും. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി കാറ്റഗറീസ് ആയിട്ടാണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജെൻഡർ, അല്ലെങ്കിൽ പ്ലേസ് വേർ യു ആർ ലിവിങ്, ഇതൊക്കെ നമുക്ക് കാറ്റഗറിക്കൽ വേരിയബിൾസ് ആയിട്ട് പറയാം. കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂസ് ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പൈ അല്ലെങ്കിൽ ഇ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. Then coming to quantitative variable which can take numerical values, and അതിൽ തന്നെ നമുക്ക് ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് can be further divided into discrete and continuous. So discrete variables എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് വാല്യൂസ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ 0, 1, 2, 3 എക്സെട്ര. അല്ലാതെ ഈ 1-ന്റെയും 2-ന്റെയും ഇടയ്ക്കുള്ള ഒരു 2.3333 എന്ന് പറഞ്ഞൊരു വാല്യൂ ഇതിന് എടുക്കാൻ പറ്റില്ല. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഇൻ എ ബാസ്കറ്റ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഇൻ എ ബ്രാഞ്ച്, അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ എത്ര റൈസ് പ്ലാന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ എത്ര സ്കൂൾസ് ഉണ്ട്, ഇതൊക്കെ ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ആയിരിക്കും.
Whereas if we talk about continuous variables, they can have continuous values. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പോ ഇന്ററപ്ഷൻസോ ഒന്നും ഉണ്ടാവുന്നില്ല. That is called as continuous variables. For example, height of a plant, അതൊരു continuous variable. കാറ്റഗറിക്കൽ വേരിയബിൾസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരൊരു കാറ്റഗറിക്കൽ വാല്യൂ ഉണ്ടെങ്കിൽ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ മാരിറ്റൽ സ്റ്റാറ്റസ്, യു ക്യാൻ സേ വെദർ ഇറ്റ് ഇസ് സിംഗിൾ ഓർ മാരീഡ് ഓർ വിഡോ, ഒരു കാറ്റഗറിയിലായിരിക്കും നമ്മൾ പെടുത്തുന്നത്. വി വോണ്ട് ബി സേയിങ് എ പർട്ടിക്കുലർ നമ്പർ ഫോർ ദാറ്റ്. അതുപോലെ റിലീജിയസ് അഫിലിയേഷൻ, എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ്, കളർ, ഇങ്ങനത്തെയൊക്കെ നമുക്ക് കാറ്റഗറിക്കൽ വേരിയബിൾസ് ആയിട്ട് കൂട്ടാം. ദെൻ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്, അനദർ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സോ സ്കെയിൽസ് ഓഫ് മെഷർമെന്റിൽ മെയിനായിട്ട് നമ്മൾ 4 സ്കെയിൽസ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് 2 സ്കെയിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് അല്ലെങ്കിൽ കാറ്റഗറിക്കൽ വേരിയബിൾസിന് വേണ്ടി യൂസ് ചെയ്യുന്ന 2 സ്കെയിൽസ് ആണ്. വൺ ഇസ് നോമിനൽ സ്കെയിൽ ആൻഡ് ദി അതർ ഇസ് ഓർഡിനൽ സ്കെയിൽ. നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഓർഡർ ഇസ് റിക്വയർഡ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നോ ഓർഡർ ഇസ് റിക്വയർഡ്. അതായത് ഇപ്പൊ ഞാൻ ജെൻഡർ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ വി ഹാവ് 2 genders, either male or female. I'm just avoiding the transgender for some time. So if you consider that there are 3 genders, ഇപ്പൊ ഞാൻ മെയിലിന് 1 എന്നും ട്രാൻസ്ജെൻഡറിന് 2 എന്നും ഫീമെയിലിന് 3 എന്നും ഇട്ട് കഴിഞ്ഞാൽ ഈ നമ്പേഴ്സിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? ഒരു വാല്യൂ ഇല്ല അല്ലെ. അല്ലെങ്കിൽ ഞാൻ മാരിറ്റൽ സ്റ്റാറ്റസിൽ ഞാൻ മാരീഡിന് 1 എന്നും അൺമാരീഡിന് 2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ there is no value for them. So if we assign some numbers that does not have any value and there is no order, that is called as nominal scale. Ordinal scale എന്ന് പറഞ്ഞാൽ ഇവർക്ക് ക്വാളിറ്റേറ്റീവ് ഡേറ്റ തന്നെയാണ്, പക്ഷെ നമുക്കൊരു ഓർഡർ അസൈൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇന്റലിജൻസ്, അല്ലെങ്കിൽ ദ പെർഫോമൻസ് വാസ് ഗുഡ് ഓർ ബെറ്റർ, ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഓർ ഹാപ്പിനെസ്, നമ്മളൊരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ റിവ്യൂ കാർഡ്, അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഹാപ്പിനെസിന്റെ റേറ്റിംഗ് കൊടുക്കും അല്ലേ. സോ ഇങ്ങനത്തെയൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം, നമുക്ക് ഓർഡിനൽ സ്കെയിലായിട്ട് പറയാം. So this was a worksheet which I have given. So നമുക്ക് പല വേരിയബിൾസ് നോക്കിക്കഴിഞ്ഞാൽ നെയിം, റോൾ നമ്പർ, അല്ലെങ്കിൽ ഇതിനകത്ത് നെയിം നമുക്ക് മോസ്റ്റ്ലി കാറ്റഗറിക്കൽ വേരിയബിൾ ആയിട്ട് പെടുത്താം. ദാറ്റ് ഈസ് കമ്മിങ് ഇൻ ദ നോമിനൽ സ്കെയിൽ. കാരണം അതിനകത്ത് വേറെ നമ്പേഴ്സ് ഇടുന്നത് നമുക്ക് കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, whereas others we will study in the coming slide. Interval scale and ratio scale. So interval scale ratio scale almost same ആണ്, പക്ഷെ ഒരു ചെറിയ ഡിഫറൻസ് മാത്രമാണ് ഈ രണ്ടും തമ്മിൽ വരുന്നത്. ഇന്റർവൽ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് സം വാല്യൂസ്, പക്ഷേ ഇവർക്കൊരു അബ്സല്യൂട്ട് സീറോ ഉണ്ടാവില്ല. ഓക്കെ, സോറി, ഇന്റർവൽ സ്കെയിലിൽ ദർ വിൽ ബി ആൻ അബ്സല്യൂട്ട് സീറോ, ബട്ട് ഇൻ റേഷ്യോ സ്കെയിൽ ദർ ഇസ് നോട്ട് ആൻ അബ്സല്യൂട്ട് സീറോ. അതാണ് വ്യത്യാസം വരുന്നത്. സോ ഇതിലിപ്പം ലൈക്ക് നമ്മൾ ടെമ്പറേച്ചർ എടുത്തു, റേഷ്യോ സ്കെയിലാണെങ്കിൽ നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞ നമ്പർ ഇട്ട് പോയി കഴിഞ്ഞാൽ 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അർത്ഥം വരുന്നില്ല, ഒരു അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന സാധനം വരുന്നില്ല. പക്ഷെ ഞാനിപ്പോൾ 0 കെൽവിൻ എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. So 0 Kelvin will comes into interval scale, whereas 0, 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടെമ്പറേച്ചർ പറയുകയാണെങ്കിൽ that is coming into ratio scale. Okay. So coming to data can be classified into the following categories. Mainly it is classified into primary data and secondary data, and primary data can be further classified into qualitative and quantitative data. സോ പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു റിസർച്ചർ നേരെ ഫീൽഡിൽ പോയി കളക്ട് ചെയ്യുന്ന ഡേറ്റ, ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രൈമറി ഡേറ്റ. ഡയറക്ട്ലി സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഒരു റിസർച്ച് ക്വസ്റ്റ്യന് വേണ്ട സാധനങ്ങൾ മാത്രമായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ആൻഡ് ഇറ്റ് ഇസ് ഹാവിംഗ് ഹൈ ലെവൽ ഓഫ് കൺട്രോൾ ബിക്കോസ് വി ആർ ടേക്കിംഗ് ദ ഡേറ്റ ആൻഡ് ഇറ്റ് ഇസ് മോർ ആക്യുറേറ്റ്. സോ അതിന് വേണ്ടി നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേസ് കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകൾ നടത്തുക, ഓർ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തുക. സോ ദീസ് ആർ ദ വേസ് ബൈ വിച്ച് വി കൻ ഗ്യാദർ പ്രൈമറി ഡേറ്റ. സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആർക്കെങ്കിലും ഡേറ്റ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് സെക്കൻഡറി ഡേറ്റ. സോ ഇറ്റ് ഈസ് കളക്റ്റഡ് ഇൻഡയറക്ട്ലി ഫ്രം എക്സിസ്റ്റിംഗ് സോഴ്സസ്. അതൊരു റിസർച്ച് ക്വസ്റ്റ്യനുമായിട്ട് മാച്ച് ചെയ്യണം എന്ന് നിർബന്ധമില്ല. സോ ദാറ്റ് ഈസ് നോട്ട് ഹാവിംഗ് മച്ച് കൺട്രോൾ ആൻഡ് ഇറ്റ് ക്യാൻ ബി ലെസ് ആക്യുറേറ്റ്. സോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബുക്സ് റെഫർ ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഗവൺമെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് റെഫർ ചെയ്യുന്നതോ, ഓൺലൈൻ ഡേറ്റാബേസസ് റെഫർ ചെയ്യുന്നതൊക്കെ പറയാം. സോ ദീസ് ആർ ദ മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡേറ്റ കളക്ഷൻ. ടു ദാറ്റ്. And these are secondary methods. So data നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഗോയിങ് ടു ബി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ കുറേ നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ നമ്പേഴ്സിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം, ഹോമോജീനിയസ് ഗ്രൂപ്പുകളാക്കി മാറ്റാം, ഒരേപോലത്തെ ഗ്രൂപ്പുകളാക്കി മാറ്റാം. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡേറ്റ ക്ലാസിഫിക്കേഷൻ. Then tabulation of data. Tabulation means we are putting the data into tables. So table എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a symmetrical arrangement which is consisting of rows and columns. Rows horizontal ആയിരിക്കും, columns vertical ആയിരിക്കും. It can be a simple table or it can be complex table.
And next is a very important concept, that is the frequency distribution. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാബുലർ റെപ്രസെൻറ്റേഷൻ തന്നെയാണ്, പക്ഷേ ഇവിടെ നമ്മുടെ റോ ഡേറ്റിനെ നമ്മൾ കുറച്ചുകൂടി ഓർഗനൈസ് ചെയ്തിട്ട് ക്ലാസ് ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ക്ലാസ് ഇന്റർവെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സപ്പോസ് എൻ്റെ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ഈച്ച് ബ്രാഞ്ച് ഞാൻ ഇങ്ങനെ കൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ടു മേക്ക് മൈ സ്റ്റഡി മച്ച് മോർ ഈസിയർ ഐ ഹാവ് പുട്ട് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇവിടെ ഞാൻ 0 ബ്രാഞ്ചസ് വരുന്ന 3 ട്രീസ് ഉണ്ട്. സോ ഐ ഹാവ് പുട്ട് 3 ടാലി മാർക്സ് ഹിയർ. സോ എത്ര തവണയാണ് ഒരു ഡേറ്റ റിപ്പീറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇറ്റ്സ് ഫ്രീക്വൻസി. സോ ഇവിടെ എനിക്ക് 1 ഫ്രൂട്ട് വന്ന ബ്രാഞ്ചുകളുടെ എണ്ണം നോക്കിയപ്പോൾ ദാറ്റ് ഈസ് അഗെയിൻ 3. സോ ഐ ഹാവ് പുട്ട് ദ ടാലി മാർക്സ് ഹിയർ ആൻഡ് ഐ ഹാവ് പുട്ട് ദ ഫ്രീക്വൻസി ഹിയർ. സോ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. സോ എപ്പോഴും ടാലി മാർക്ക് ഇടുമ്പോഴത്തേക്കും 4 വരെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ക്രോസ് ആണ് ഇടുന്നത്. സോ ദാറ്റ് റെപ്രസെന്റ്സ് 5 ആൻഡ് ദെൻ അഗെയിൻ യു വിൽ സ്റ്റാർട്ട് വിത്ത് 1. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ടാലി മാർക്സ് ഇട്ടിട്ട് അതിന്റെ ഫ്രീക്വൻസി ആണ് എഴുതുന്നത്. സോ വി ക്യാൻ ആഡ് അപ്പ് ദിസ് ഫ്രീക്വൻസി ടു ഗെറ്റ് എ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് വിച്ച് വി ഹാവ് റിസർച്ച്ഡ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇതൊരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഡിസ്ക്രീറ്റും അല്ല, ഒരു റോ മാറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ആക്കി. ഡിസ്ക്രീറ്റ് എന്ന് വിളിക്കാം, കണ്ടിന്യൂസ് ആയിട്ടില്ല, നമ്മൾ ക്ലാസ് ഇന്റർവെൽസ് ഇവിടെ ആക്കിയിട്ടില്ല. സോ സപ്പോസ് നമുക്ക് കുറച്ച് പ്ലാന്റ്സിന്റെ ഹൈറ്റ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇൻ ദിസ് കേസ് വി ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ടു ക്ലാസ് ഇന്റർവെൽസ്. സോ നമുക്ക് എന്താ ചെയ്യുന്നത്, ക്ലാസ് ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. സോ ക്ലാസ് ഇന്റർവെൽസ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ആർ ഹോമോജീനിയസ് ക്ലാസ്സസ്. സോ നമ്മുടെ മൊത്തത്തിലുള്ള ഡേറ്റയെ നമ്മൾ ഹോമോജീനിയസ് ആയിട്ടുള്ള സബ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ ക്ലാസ് ഇന്റർവെൽസ് എന്ന് പറയുന്നത്. സോ ഈ ക്ലാസ് ഇന്റർവെൽസിനകത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നതാണ് നമ്മുടെ ലോവർ ക്ലാസ് ലിമിറ്റ് ആൻഡ് അപ്പുറത്ത് എഴുതുന്നതായിരിക്കും അപ്പർ ക്ലാസ് ലിമിറ്റ്. ഓരോ തവണയും ഡേറ്റ എത്ര തവണ, ഓരോ ക്ലാസ് ഇന്റർവെല്ലും ഡേറ്റ എത്ര തവണ വന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ആസ് ഇറ്റ്സ് ഫ്രീക്വൻസി. ഓക്കെ, ഇനി നമുക്ക് ഈ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് മിഡ് പോയിന്റ് ഓഫ് ദി ക്ലാസ്. സോ ഈ ഒരു ബേസിക് കൺസെപ്റ്റ്സ് ഒന്ന് അറിഞ്ഞിരിക്കണം. Now എങ്ങനെയാണ് ഈ ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? സയന്റിഫിക്കലി സ്പീക്കിംഗ് നമുക്കൊരു ഡേറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്ലാസ് വേണമെന്ന് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യും. സോ അത് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ്. K is the number of classes. So number of classes is 1 plus 3.322 log n. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഡേറ്റാസ് ആണ് കളക്ട് ചെയ്തത്. സപ്പോസ് നമ്മുടെ ഒരു 100 ഡേറ്റാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ K is equal to 1 plus 3.322 log 100. Log 100 means it is 2. Right? So അതിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പറുമായിട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ക്ലാസ്സസ് ദാറ്റ് വി വാണ്ട്. ഇനി നമുക്ക് ക്ലാസ് വിഡ്ത്ത് വേണം. ക്ലാസ് വിഡ്ത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും മാക്സിമം ഉള്ള നമ്മുടെ വാല്യൂ മൈനസ് ഏറ്റവും മിനിമം ഉള്ള നമ്മുടെ വാല്യൂ ഡിവൈഡഡ് ബൈ ഈ K. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് വിഡ്ത്ത് കിട്ടും. സോ ഏറ്റവും മിനിമത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഏറ്റവും മാക്സിമത്തിൽ കൊണ്ട് എൻഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പിന്നെ ക്ലാസ്സസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓരോ ക്ലാസ്സിലും നമുക്ക് ഐറ്റംസിനെ ടാലി ചെയ്യാൻ പറ്റും. ടാലി ചെയ്തിട്ട് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get the number of items in each class. സോ ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് കമ്മിങ് ടു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ് ടോട്ടൽ ഫ്രീക്വൻസീസ് ആണ്. അതായത് നമ്മൾ ഓരോ കോളത്തിൽ താഴോട്ട് പോകുമ്പോഴത്തേക്കുള്ള ഫ്രീക്വൻസീസ് ആഡ് ചെയ്ത് പോകും. ദാറ്റ് ഈസ് കോൾഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. സം ഓഫ് ഓൾ പ്രീവിയസ് ഫ്രീക്വൻസീസ് അപ് ടു ദ കറന്റ് പോയിന്റ്. നമ്മൾ ക്യുമുലേറ്റീവ് GPA ചെയ്യാറുണ്ട് അല്ലെ, നമ്മുടെ OGPA കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യുമുലേറ്റീവ് GPA കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്, CGPA എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ സെക്കൻഡ് സെമിസ്റ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്ററിലെയും സെക്കൻഡ് സെമിസ്റ്ററിലെയും കൂടെ ടോട്ടൽ ആയിട്ടുള്ള GPA ആയിരിക്കും നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. സോ അതുപോലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സിന്റെയും കൂടെ ഫ്രീക്വൻസി ആഡ് ചെയ്യുന്നതായിരിക്കും സെക്കൻഡ് ക്ലാസ്സിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഫസ്റ്റ് ക്ലാസ്സിന് ഒരിക്കലും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ടാവത്തില്ല. സോ ദിസ് ഇസ് ഹൗ യു ഫൈൻഡ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇത് നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് ഡീൽ ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ നമുക്ക് അങ്ങനെ കാണാറില്ല. വെൻ വി കം അക്രോസ് പ്രോബ്ലംസ് വിൽ ഡിസ്കസ് ദാറ്റ്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫസ്റ്റ് നമ്പർ ഇവിടെ 1 ആണ് ഫ്രീക്വൻസി, സോ വിൽ റൈറ്റ് ഇറ്റ് ആസ് 1 itself. പക്ഷെ അടുത്ത 3 ആണെങ്കിൽ വി വിൽ ആഡ് ദീസ് 2, സോ ഇറ്റ് ഇസ് 4. നമ്മൾ താഴോട്ട് ആഡ് ചെയ്ത് പോകുന്നതിനെയാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ടോട്ടലി നമ്മൾ ഈ ഓരോ വാല്യൂസിനെ കുറച്ചായിരിക്കും താഴോട്ട് പോകും. സോ ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ബട്ട് വി ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലാസ്റ്റ് കോളത്തിൽ എഴുതുന്ന ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തന്നെയായിരിക്കും ടോട്ടൽ വരുന്നത്. അതൊന്ന് എഴുതി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ലാസ്റ്റ് കോളത്തിൽ വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കും നിങ്ങളുടെ ടോട്ടൽ. ഇനി നമ്മൾ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും നമ്മുടെ ഡേറ്റ ക്ലാസ് ഇന്റർവെൽസും തമ്മിൽ നമ്മളൊരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് എസ് കോൾഡ് ആസ് ഒജീവ്. ഇനി ഇത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആസ് ലെസ് ദാൻ ഒജീവ്.
ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നിങ്ങൾ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ ദിസ് ഇസ് കോൾഡ് ആസ് ഗ്രേറ്റർ ദാൻ ഒജീവ്. സോ ഇത് ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ദാൻ ഒജീവും ഒരു സെയിം ഡേറ്റയുടെ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വരുന്നുണ്ട്. സോ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ നിന്ന് നമ്മുടെ ക്ലാസ് ഇന്റർവെല്ലോട് നമ്മളൊരു perpendicular line വരയ്ക്കുകയാണെങ്കിൽ it is meeting the x-axis at one point. So that point is the median. Okay, that is the median. So next, moving on to another important topic, graph versus diagram. എല്ലാ എക്സാമിനും ഒരു ഫോർമാ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. So first you have to understand the basic difference between a graph and a diagram. So graph എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a visual representation ആണ്, ഒരു ഡേറ്റയുടെ visual representation ആണ് രണ്ടും. It is showing relationship, but this is not mostly, it's not relationship, it is explaining concepts and processes. അതാണ് ഇത് രണ്ടിനുള്ള മേജർ വ്യത്യാസം. And graph is for illustrating trends, patterns and correlations. മറ്റേത് ഒരു കോംപ്ലക്സ് ഇൻഫോർമേഷനെ സിമ്പിൾ ആക്കി കാണിക്കാനാണ് ഡയഗ്രാം നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസിന് നമ്മൾ ഗ്രാഫ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ക്വാളിറ്റേറ്റീവിന് നമ്മൾ യൂഷ്വലി ഡയഗ്രാംസ് ആണ് യൂസ് ചെയ്യുന്നത്. Examples of graph is going to be line, bar, pie, scatter, etc. And diagram is going to be flow chart, mind map, etc. And graph in എപ്പോഴും ഒരു ആക്സിസുകൾ ഉണ്ടാവും, x axis and y axis, that is not there for diagram. And next, moving on to the different diagrams and graphs that we have to deal in statistics. ഡയഗ്രത്തിനകത്ത് വരുന്നതാണ് സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കമ്പോണന്റ് ബാർ ഡയഗ്രാം, പേഴ്സൺ ബാർ ഡയഗ്രാം ആൻഡ് പൈ ഡയഗ്രാം. ഈ അഞ്ചെണ്ണമാണ് നമുക്ക് മെയിൻലി വരുന്നത്. And in graphs we are having histogram, frequency polygon, frequency curves and line graph. So coming to simple bar diagram. Simple bar diagram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേട്ടിട്ടുള്ളത് തന്നെയായിരിക്കും. നമുക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള ബാർസ് ഉണ്ടാവും, ഇതെല്ലാം ഈക്വൽ വിഡ്ത്തിലായിരിക്കും ഉണ്ടാവുക. സോ ഓരോന്നും മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ആ ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കും. സോ ദ ഹൈറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ്. ഇതെല്ലാം ഒരു സെയിം ബേസ് ലൈൻ ആണ്, ആ ബേസ് ലൈൻ ആണ് നമ്മുടെ എക്സ് ആക്സിസ്. ഇനി ഓരോ ബാറുകളുടെ ഇടയിലും എന്തുണ്ട്, ഒരു ഈക്വൽ ഇന്റർവെൽ ഉണ്ടാവുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ഡിഫറെന്റ് ക്ലാസ് ഇന്റർവെൽസ്. പിന്നെ ഈ ബാർസ് ഒന്നെങ്കിൽ ഷെയ്ഡഡ് ആവാം അല്ലെങ്കിൽ നോൺ ഷെയ്ഡഡ് ആവാം. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് എ സിമ്പിൾ ബാർ ഡയഗ്രാം. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. സോ ഈ ഓരോ റെക്ടാംഗിളും സൂചിപ്പിക്കുന്നത് ഓരോന്നിന്റെ ഫ്രീക്വൻസിയാണ്. Then comes multiple bar diagram. Multiple bar diagram എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ഓർ മോർ സെറ്റ്സ് ഓഫ് ഇന്റർ റിലേറ്റഡ് ഡേറ്റ, ഒരു കണക്ഷൻ ഉള്ള രണ്ട് ഡേറ്റാസിനെ ഒരുമിച്ച് സൂചിപ്പിക്കുന്നതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. വിൽ സീ ദ ഡയഗ്രാം. സോ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ എണ്ണം എനിക്ക് കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് ബോയ്സിന്റെയും ഗേൾസിന്റെയും കൂടെ എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ യൂസ് എ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. സോ ഇവിടെ എനിക്ക് ഗേൾസ് ഇത്രയേ ഉള്ളൂ, പക്ഷെ ബോയ്സ് ആണ് കൂടുതൽ. ഓക്കെ, ബട്ട് ഐ ഹാവ് ടു സെപ്പറേറ്റ്ലി ഷോ ബോയ്സ് ആൻഡ് ഗേൾസ്. സോ ഈ ക്ലാസ് എത്തിയപ്പോഴത്തേക്കും again the girls are less, but here the girls are more. So ഇങ്ങനെ ഗേൾസിന്റെ ഒരു കമ്പാരിസൺ നടത്താനും ബോയ്സിന്റെ കമ്പാരിസൺ നടത്താനും ടോട്ടൽ കമ്പാരിസൺ നടത്താനും എനിക്ക് ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. So that is multiple bar diagram. Then there is component bar diagram. Component bar diagram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 10-12 സബ്ജക്ട് ചേരുന്നതായിരിക്കും. സോ ഒരു സിംഗിൾ ഗ്രാഫിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പല സബ്ജക്ട്സിന്റെ കോൺട്രിബ്യൂഷൻ കൂടെ കാണിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കമ്പോണന്റ് ബാർ ഡയഗ്രാം. സോ ദിസ് ഇസ് കമ്പോണന്റ് ബാർ ഡയഗ്രാം. Then comes pie chart. Pie chart ne namukku angular diagram എന്നൊക്കെ പറയാം. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു കേക്ക് പോലെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ മെയിൻലി വി വിൽ ടേക്ക് തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ഒരു പെർട്ടിക്കുലർ സാധനത്തിന്റെ പ്രൊപ്പോർഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഇൻറ്റു 360 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ പറയുന്ന ആംഗിൾ നമുക്ക് കിട്ടും. സോ ദിസ് ഇസ് ദ തിങ്, ദിസ് ഇസ് പൈ ഡയഗ്രാം. Next is histogram. So histogram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ലൈക്ക് ദ ബാർ ഡയഗ്രാം, പക്ഷേ കണ്ടിന്യൂസ് ക്ലാസ് ആയിരിക്കും. അതായത് ഇപ്പോൾ 109 to 120, നെക്സ്റ്റ് ഇസ് ഗോയിങ് ടു ബി 120 to 129. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സസ് വരുവാണെങ്കിൽ വിൽ ബി യൂസിങ് histogram. So it's a 2-dimensional graph. Again we are having rectangular bars and there is no space in between them. അതാണ് histogram. So this is histogram. There is no gap in between the two classes. Then we have frequency polygon. Frequency polygon എന്തായിരുന്നു, it's a line graph that is connecting the midpoints of each interval of the histogram. So നിങ്ങൾ ഹിസ്റ്റോഗ്രാംസിന്റെ തന്നെ മിഡ് പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നു, എന്നിട്ട് ആ മിഡ് പോയിന്റ്സിനെ എല്ലാം സ്ട്രേറ്റ് ലൈൻസ് വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് എസ് ഫ്രീക്വൻസി പോളിഗൺ. ഇനി ഫ്രീക്വൻസി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്മൂത്ത് ഫ്രീ ഹാൻഡ് കർവ് ദാറ്റ് കൻ ബി ഡ്രോൺ ത്രൂ ദ മിഡ് പോയിന്റ്സ്, സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഫ്രീക്വൻസി പോളിഗൺ. പക്ഷേ ഇവിടെ നമ്മൾ സ്ട്രേറ്റ് ലൈൻ അല്ല യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരച്ചു പോകുന്നത്. ദാറ്റ്സ് ഇറ്റ്. So ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇറ്റ്സ് എ ഫ്രീ ഹാൻഡ് ഡയഗ്രാം which is connecting the different midpoints of the histogram. So that is your basic frequency curve. Okay, so that is
towards the end of the first two modules where we discussed about variables and data as well as visual representation of data. So മൂന്ന് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ അസൈൻമെന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. വൺ ഇസ് യു ഹാവ് ടു ഗിവ് ടു എക്സാമ്പിൾസ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് that you have studied. Qualitative, quantitative, discrete, continuous, then nominal scale, ordinal scale, all those things we have discussed. അതിൻ്റെ ഒക്കെ ഒരു രണ്ട് എക്സാമ്പിൾസ് വെച്ച് കണ്ടുപിടിക്കുക. And also find out using which data you can find that information, whether it is primary data or secondary data. And second one, you have to draw the histogram, frequency polygon, frequency curve for this. Also, you can find out the less than cumulative frequency, more than cumulative frequency. You can skip more than if you want, but less than you have to do and draw their OGs. And from the OG, how you can calculate the median. So if you are able to do these two questions, then you are done with this particular lecture. Okay. So that's all about lecture 1 and 2. So second lecture we will discuss measures of central tendency, which is averages. Okay. Thank you.